ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിൽ അപായമുണ്ടായിട്ടുണ്ടോ? മനു, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ 2 ഹൗസ് ബോട്ടുകൾക്ക് തീപിടിച്ചത്. അനാഹിത, കാതറൈൻ എന്നീ ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ആളപായമൊന്നുമില്ല. 2 ബോട്ടുകൾക്ക് തീപിടിച്ചു. ബോട്ടുകൾ പൂർണ്ണമായും ഒരു ബോട്ടിന് തീപിടിക്കുകയും തൊട്ട് സമീപത്തുള്ള ബോട്ടിലേക്ക് അത് പകരുകയുമായിരുന്നു. ഒട്ടനവധി ബോട്ടുകൾ കൂട്ടി ഇട്ടിരുന്ന ഒരു സ്ഥലത്താണ്. ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിനുള്ളിൽ. അവരൊക്കെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു ഓടി തീ ഉണ്ടായപ്പോൾ തന്നെ. എന്താണ് അപകട കാരണമെന്ന് അറിയില്ല. എന്തായാലും മറ്റ് ബോട്ടുകൾ, അതായത് ഈ കായൽ തീരത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഭാഗത്താണ്, അവിടെ വെച്ചാണ് തീപിടിച്ചത്. അതെ, ടൂറിസ്റ്റുകളുമായിട്ട് ബോട്ട് കരയിൽ കെട്ടിയിടുകയും ചെയ്യും രാത്രി കാലങ്ങളിൽ. അങ്ങനെ കെട്ടിയിട്ടുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. എന്തായാലും ആ സമയത്ത് കരയിലേക്ക് ഒത്തി രക്ഷപ്പെടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഗസ്റ്റുകളോട് രക്ഷപ്പെട്ടു. അപകട കാരണം അറിവായിട്ടില്ല. 2 യാത്രക്കാരുണ്ടായിരുന്നോ? 2 ബോട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരുമായിട്ട് കിടന്ന ബോട്ടിനാണ് തീപിടിച്ചതെന്നാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും പറയുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി നാട്ടുകാരും ചേർന്ന് തീപിടിച്ചു. മറ്റു ബോട്ടുകളൊക്കെ തന്നെ പെട്ടെന്ന് സമീപത്ത് നിന്ന് അയച്ചു മാറ്റിയതുകൊണ്ട് അത് അപകടം വ്യാപിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഷാജി, ഒരു കാര്യം, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെങ്ങാനുമായിരുന്നു തീപിടുത്തം ഉണ്ടായെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. അത് ഒഴിവായി പോയത് വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. കാര്യം നിരവധി അപകടങ്ങൾ ഇത്തരത്തിൽ ഹൗസ് ബോട്ടുകൾക്ക് തീപിടിക്കാറുണ്ടെങ്കിലും ആളപായങ്ങൾ പൊതുവെ നമുക്ക് കുറവാണ്. അതൊരു ഭാഗ്യമായിട്ട് വേണം കരുതേണ്ടത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഹൗസ് ബോട്ടുകൾ രാത്രി കാലങ്ങളിലും അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന വേളയിലൊക്കെ അപകടം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ശക്തമായ വേനൽ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നിരവധിയുണ്ട്. തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകളുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തതയില്ല. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നു. ശരി.